ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ യാത്രാ സ്നേഹി. നമ്മളിപ്പം വാഗമണിലെ KPM എന്നറിയപ്പെടുന്ന ഒരു ഫിഷ് ഫാമിലാണ് എത്തിയിരിക്കുന്നത്. ആക്ച്വലി ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇതൊരു പാറമടയാണ്. ഇതിനെ ഇവരൊരു ടൂറിസം ഹബ്ബാക്കി മാറ്റിയിരിക്കുവാണ്. അപ്പം ഈ പാറമടയിലെ വെള്ളത്തിൽ അവർ ഫിഷ് വളർത്തുന്നുണ്ട്. അതുകൂടാതെ കുറച്ച് ബോൺസായി ചെടികളും മറ്റു പൂച്ചെടികളും പിന്നെ കോഴി, താറാവ് പോലുള്ള ഐറ്റംസ് എല്ലാം വളർത്തുന്നുണ്ട്. അതിൻ്റെ വിൽപ്പനയുമുണ്ട്. അതുകൂടാതെ കുറച്ച് വരുന്ന ആളുകൾക്കെല്ലാം എൻ്റർടൈൻമെൻറ്റിനായിട്ടുള്ള കുറേ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഈ KPM ഫിഷ് ഫാമിലേക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് KPM ഫിഷ് ഫാമിലെ കാഴ്ചകളൊന്ന് കണ്ടു നോക്കാം. വാഗമൺ ടൗണിൽ നിന്നും ഉപ്പുതറ റൂട്ടിൽ 16 കിലോമീറ്റർ സഞ്ചരിച്ചാൽ KPM ഫിഷ് ഫാമിലേക്ക് എത്തുള്ളൂ. ഇത് വളരെ മനോഹരമായ റോഡാണ് കേട്ടോ. പുതിയ റോഡാണെന്ന് തോന്നുന്നു. വാഗമൺ ടൗണിൽ കണ്ട റഷോ അല്ലെങ്കിൽ റോഡിന്റെ മനോഹാരിത കുറവോ ഒന്നുമില്ല. അതുപോലെ ഭൂപ്രകൃതിയും വളരെ മനോഹരമായിട്ടുണ്ടായിരുന്നു. അപ്പം ചുറ്റും നല്ല തേയിലത്തോട്ടങ്ങളും നല്ല മനോഹരമായ റോഡുകളും പിന്നെ റോഡ് വെട്ടിയൊരുക്കിയ വഴികളും എല്ലാമായിട്ട് നല്ല യാത്രയായിരുന്നു അങ്ങോട്ടുള്ളത്. പിന്നെ വളരെ നല്ല കുത്തനെയുള്ള കയറ്റങ്ങളും ഹെയർപിൻ വളവുകളും എല്ലാം ഈ യാത്രയിലുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും യാത്ര നല്ലൊരു അടിപൊളിയായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ KPM ഫിഷ് ഫാമിലേക്കുള്ള എൻട്രൻസിന് അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുക. ഇത് ആക്ച്വലി ഒരു ക്രഷർ യൂണിറ്റ് ആണ് കേട്ടോ. ഇപ്പോഴും അവിടെ ക്രഷിംഗ് വർക്കുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ വഴിയിൽ KPM ഫിഷ് ഫാമിലുള്ള ആക്ടിവിറ്റീസിൻ്റെ എല്ലാം ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരു അല്പം ആശങ്കയോടെയാണ് അങ്ങോട്ട് പോയത്. കാരണം ഒരുപാട് ദൂരെയുണ്ട്. ഒരുപാട് പേർക്കൊന്നും ചോദിച്ചാൽ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അപ്പം ഇവിടെ ഇത് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയപ്പോഴത്തേക്കും അവിടെ നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് ഏരിയ തന്നെയായിരുന്നു. ഭയങ്കരമായിട്ട് പാട്ടും ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുമുണ്ട്. കൂടുതലായിട്ടും തമിഴ്നാട്ടിൽ നിന്ന ആളുകളാണ് ഇവിടത്തേക്ക് വരുന്നത്. അവർക്കാണ് ഇതേക്കുറിച്ച് കൂടുതൽ അറിവുള്ളതെന്ന് തോന്നുന്നു. അപ്പം നമ്മളും അവിടുത്തെ കാഴ്ചകളെ കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളിലേക്ക്. പ്രകൃതിയോട് ഇണങ്ങുന്ന രീതിയിൽ എല്ലാ സ്വാഭാവികതയും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അവരിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പാറക്കഷ്ണങ്ങൾ മനോഹരമായി ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിൽ കൂടെ പൈപ്പിട്ടിട്ട് വെള്ളമെല്ലാം താഴേക്ക് ഒഴുകുന്ന രീതിയിൽ ഒരുക്കിയിട്ടുണ്ട്. അത് കളക്ട് ചെയ്ത് വെക്കുന്നതിന് താഴെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ അതിൽ കുളവാഴകളും മറ്റുമെല്ലാം വച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് പാറമട കാണുന്നത്. ഈ പാറമടയിലാണെങ്കിൽ മേളിൽ കൂടെ കണക്ഷൻ ചെയ്തിട്ട് വെള്ളം അതിൽ സ്പ്രേ ചെയ്യുന്ന രീതിയിൽ ഒരുക്കിയിട്ടുണ്ട്. ഇതെല്ലാം നല്ല അതിമനോഹരമായ കാഴ്ചകളായിരുന്നു. പിന്നെ നല്ല ബഹളത്തിൽ പാട്ടും കാര്യങ്ങളും എല്ലാം ഒരുക്കിയിട്ടുണ്ട്. ശരിക്കും ഒരു എന്റർടൈൻമെന്റ് ഏരിയയിൽ എത്തിയ ഒരു പ്രതീതി തന്നെയാണ് നമുക്ക് അവിടെ ഉണ്ടായിരുന്നത്. അകത്തോട്ട് കയറാനായി ഗേറ്റ് പാസ് എടുക്കണം. 50 രൂപയാണ് ഒരാൾക്ക് ഗേറ്റ് പാസിനുള്ള ചാർജ്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഗേറ്റ് പാസ് ആവശ്യമില്ല.
ഇവിടെയാണ് താറാവിനെയും കോഴികളെയും എല്ലാം പാർപ്പിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ കുറേ ബോൺസായി ചെടികളും പിന്നെ തെങ്ങിൻ തൈകളും അങ്ങനെ എല്ലാം വെച്ചിട്ടുണ്ട്. ഇതെല്ലാം വിൽപ്പനയ്ക്കുള്ളതും കൂടിയാണ്. അപ്പം ഇവിടെ കുറച്ച് പലതരം ടർക്കി കോഴികളും മറ്റും താറാവുകളും എല്ലാം ഉണ്ട്. അപ്പം ആ കാഴ്ചകളൊക്കെ ഞങ്ങൾ കുറച്ച് സമയം കണ്ടു നടന്നു. പിന്നെ വലിയ ഫിഷ് ടാങ്കുകളിലായിട്ട് ഇതുപോലെ കുറച്ച് മീനുകളെയും സെപ്പറേറ്റ് വളർത്തുന്നുണ്ട്. ഇത് കുളത്തിലേക്ക് വിടാനുള്ള മീനുകളല്ല, പക്ഷെ ഇത് വിൽക്കാനുള്ളതാണോ എന്ന് തോന്നുന്നു. ഇതുപോലുള്ള വലിയ വലിയ ടാങ്കുകളിൽ പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടിട്ട് അതിൽ വെള്ളം നിറച്ചിട്ടാണ് വളർത്തുന്നത്. അപ്പം അതും കുറേ എണ്ണമുണ്ട് അതുപോലെ ടാങ്കുകൾ. അതിലൂടെ ഞങ്ങൾ ചുറ്റി നടന്ന ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു. ഇവിടെ പിന്നെ വലിയൊരു പൂൾ ഒരുക്കിയിട്ടുണ്ട്. ഒരുപാട് ആഴമൊന്നും ഇല്ലാത്ത പൂളാണ്. ചെറിയ കുട്ടികൾക്ക് പോലും നന്നായി സേഫായി കളിക്കാൻ പറ്റുന്ന പൂളാണ്. അതുകൂടാതെ സ്വാഭാവികമായി ഉയർന്നു നിൽക്കുന്ന ഈ പാറക്കെട്ടുകളിലൂടെ വെള്ളം കടത്തി വിട്ടിട്ട്, പൈപ്പ് വഴി വെള്ളം കടത്തി വിട്ടിട്ട് അതിലൂടെ വെള്ളം ഇങ്ങനെ താഴോട്ട് ഒഴുകുന്നുണ്ട്. അവിടെയും ഒരുപാട് ആളുകൾ നിന്നിട്ട് ആഘോഷിക്കുന്നുണ്ട്. അപ്പം വരുന്ന ആളുകൾക്ക് മുഴുവൻ ഈ പൂളിലും ഈ പാറക്കെട്ടുകളിലുള്ള വെള്ളം നനയാനെല്ലാം പ്രത്യേകിച്ച് ഫീസൊന്നും ഇല്ല. ഈ എൻട്രി ഫീസ് മാത്രമേ ഉള്ളൂ. അതുകൂടാതെ പിന്നെ കുട്ടവഞ്ചിക്ക് മാത്രമാണ് സ്പെഷ്യലായിട്ടൊരു ഫീസ് എടുക്കുന്നത്. ഇതിലും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ആ കാഴ്ചകളൊക്കെ കണ്ട ശേഷം അതിൽ വെള്ളം നനയാൻ നമ്മൾ നിൽക്കുന്നില്ല എന്ന് കരുതി അങ്ങനെ നമ്മൾ മീനിനെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ കുട്ടവഞ്ചി യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ആ കുട്ടവഞ്ചിയിൽ പോകുമ്പം ആ മീനിനെ പിടിക്കരുതെന്ന് പ്രത്യേകമായിട്ട് അവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അതിന് മാത്രം ഒരു ചെറിയ ഫീസ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊരു കൗണ്ടറൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുട്ടവഞ്ചിയിൽ പോകുന്നതിന് വേണ്ടി എല്ലാ സന്നാഹങ്ങളും അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു 4-5 കുട്ടവഞ്ചി അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ആ കാണുന്നത് കുട്ടികൾക്കുള്ള പാർക്കാണ്. അവിടെയും ഈ ജമ്പിങ്ങും മറ്റുള്ള ഊഞ്ഞാൽ ഫെസിലിറ്റീസും എല്ലാം അവിടെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ മുഴുവൻ ഭയങ്കരമായിട്ടുള്ള പാട്ടും ആഘോഷവും ഒക്കെയാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും കുട്ടവഞ്ചിയിലേക്ക് കയറി. ബാലൻസ് തെറ്റാതെ ഇരിക്കാനായിട്ട് എല്ലാവരെയും റൗണ്ടായിട്ടാണ് ഇതിലിരുത്തുന്നത്. പിന്നെ എല്ലാ സേഫ്റ്റി മെഷേഴ്സും ഉണ്ട്. എല്ലാവർക്കും സേഫ്റ്റി ജാക്കറ്റ് എല്ലാം തന്നിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ബീഹാറുകാരനായിട്ടുള്ള ഒരാളാണ് കേട്ടോ ഈ തുഴയെറിയാനായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ അദ്ദേഹം ഞങ്ങൾക്ക് മീനിന് കൊടുക്കാവുന്ന തീറ്റയൊക്കെ ആയിട്ട് വന്നു. ഒരു ബക്കറ്റിൽ തീറ്റ തന്നിട്ടുണ്ട്. അപ്പോൾ ആ തീറ്റ നമ്മളിങ്ങനെ മീനിന് കയ്യിൽ ചുരുട്ടി പിടിച്ചിട്ട് വെള്ളത്തിലേക്ക് കാണിക്കുക. അപ്പോൾ തീറ്റ എടുക്കാനായിട്ട് ഈ മീൻ ഇങ്ങനെ വരും. നമ്മൾ തുറന്നു കൊടുക്കേണ്ട, അവർ തന്നെ നമ്മുടെ കയ്യിൽ കടിച്ച് അത് തുറക്കുമെന്നാണ് അവർ പറയുന്നത്. ഈ മീനിനാണെങ്കിൽ പല്ലില്ല, അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഇത് കൈ കാണിച്ചു കൊടുക്കാൻ സാധിക്കും. കാഴ്ചകൾ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ ഈ മീനിന് പ്രത്യേകമായിട്ട് ഇവർ വേറെ തീറ്റയൊന്നും കൊടുക്കുന്നില്ല. ഇതുപോലെ കാഴ്ചക്കാരായ ആളുകൾ വരുമ്പം അവർ കൊടുക്കുന്ന തീറ്റ അല്ലാതെ വേറെ തീറ്റയൊന്നും ഇവർ കൊടുക്കുന്നില്ല. Pan lu ke? Jadi makan itu jam juga kohang. Hah? Meat ne dinar. Barang jadi kan. Kanda. Wow. Udah nak. അങ്ങനെ നല്ലൊരു കുട്ടവഞ്ചി യാത്ര കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. ഇനി നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. ഇവിടെ തന്നെയാണ് റെസ്റ്റോറൻറ്റ് ഒരുക്കിയിട്ടുണ്ട്. നല്ല ഫുഡ് ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ കിട്ടുന്നത്. ഞങ്ങൾ അകത്തോട്ട് കയറുമ്പോഴത്തേക്കും എന്താ പറയുക, ഒരുപാട് ആളുകൾ അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നല്ല കറക്റ്റ് സമയത്ത് തന്നെയാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നതും. അപ്പോൾ ഇതും ഒരു നല്ലൊരു അനുഗ്രഹമായിരുന്നു. അവിടെ തന്നെ ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞു. കാരണം ഒരു റിമോട്ട് ഏരിയയിലാണ് ഈ സംഭവങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഫുഡും ഇവിടെ ഒരുക്കിയത് വളരെ നല്ലൊരു കാര്യമായിരുന്നു. അപ്പോൾ എല്ലാ ടേബിളിലും
ഫുഡ് കഴിച്ച് എണീറ്റവരും ആകെ ബഹളമായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ നല്ല ഫുഡും ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ടാങ്കിൽ ഈ കോഴിക്കാർപ്പ് എന്നറിയപ്പെടുന്ന മത്സ്യം തന്നെ വളർത്തുന്നുണ്ട്. ഇത് വളരെ കുഞ്ഞതാണ്. അപ്പോൾ ഇത് കുറച്ച് വലുതാകുമ്പോഴേ ആ കുളത്തിലോട്ട് അവർ ഇടുള്ളൂ. അപ്പോൾ കോഴിക്കാർപ്പ് എന്നാണ് ഈ ഫിഷിൻ്റെ പേര് കേട്ടോ. ഈ പ്രോപ്പർട്ടിയുടെ ഓണേഴ്സ് അവരുടെ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ മാക്സിമം റിഫ്രഷ്മെൻറ്റ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. രാത്രി 10 മണി മുതൽ രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെ ഇവിടെ എല്ലാ എൻ്റർടൈൻമെൻറ്റുകളും ഉണ്ട്. അതുകൂടാതെ വൈകുന്നേരം ആകുന്നതിനോടുകൂടി ഒരുപാട് നല്ലൊരു ഭംഗിയായിരിക്കും ഇവിടെ കാണാൻ. കാരണം അവർ ഒരുപാട് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതെല്ലാം കാണാൻ നല്ല രസമായിരിക്കും. അപ്പം ഞങ്ങൾ അവിടെ ഫുഡ് കഴിച്ചു, നേരെ തിരിച്ചിറങ്ങുവാണ്. ഞങ്ങൾ പാലക്കാട്ടേക്ക് തിരിച്ചിറങ്ങുന്നത് വാഗമണിലേക്ക് കയറിപ്പോയ പുളിക്കാന റൂട്ടിലല്ല കേട്ടോ. സാധാരണ ബസ് റൂട്ടിലാണ് ഞങ്ങൾ തിരിച്ചിറങ്ങുന്നത്. അത് തൊടുപുഴ, മൂവാറ്റുപുഴ ആ വഴിയാണ് വരുന്നത്. അപ്പം നല്ലൊരു തേക്കിൻകാട് ഇവിടെ കണ്ടു കേട്ടോ. അതിലൂടെയുള്ള യാത്ര അതിമനോഹരമായിരുന്നു. ഓരോ യാത്രയും അടുത്ത യാത്രകൾക്കുള്ള ഊർജ്ജമാണ്. മനോഹരമായ അനുഭവങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പാലക്കാട്ടേക്ക് തിരിച്ചിറങ്ങി.